മഴ ഇങ്ങനെ ഭയങ്കര മഴയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്കൊപ്പം കാറ്റും കൂടാണ്. അപ്പോൾ ഈ മഴയും കാറ്റും കൂടെ ആയിക്കഴിയുമ്പോൾ കറണ്ട് ഇല്ല. പകൽ മുഴുവൻ അങ്ങ് കറണ്ടില്ല. ചിലപ്പോൾ ഒന്ന് വരും, ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ പോവും. അങ്ങനെയാണ് ഈ കറണ്ടിൻ്റെ കാര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വോൾട്ടേജ് കുറവ് വരും. വൈകുന്നേരം ആകുമ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒന്ന് കറണ്ട് തരുമെങ്കിലും വോൾട്ടേജ് പ്രശ്നമാണ്. അതുകൊണ്ട് അരി അരയ്ക്കാനോ മോട്ടർ ഇടാനോ ഒന്നുമേ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇന്ന് ഞാൻ ഇത്തിരി അരി ഉഴുന്ന് ഇട്ടിട്ട് പക്ഷേ അരഞ്ഞ് കിട്ടിയില്ല നല്ലപോലെ. കാരണം എനിക്ക് മനസ്സിലായി വോൾട്ടേജിന് ഇത്തിരി കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് കൂടുതലായി അരച്ചെടുക്കാനും ശ്രമിച്ചിട്ടില്ല. ഒരുമാതിരി ഇങ്ങനെ അരച്ചെടുത്തു എന്നുള്ളത് വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം ഫാൻ ഇടുമ്പോൾ ആ ഒരു കറക്കം കാണുമ്പോൾ, അതുപോലെ തന്നെ കാറ്റിങ്ങോട്ടടിക്കുമ്പോൾ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ് കറണ്ട്. പിന്നൊരു കാര്യമുണ്ട്, ഇപ്പം നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ചെറിയൊരു വെട്ടമെങ്കിലും. ഈ മഴ പെയ്തില്ലെങ്കിൽ ഈ ഉള്ള വെട്ടവും കൂടി ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ഏതായാലും ഈ വർഷത്തെ ഈ മഴക്കാലം എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താണ് മഴയുടെ ഇപ്പോഴുള്ള ഈ ജൂൺ മാസത്തിലെ മഴയുടെ തുടക്കം, അതിനെക്കുറിച്ചായിരുന്നു. അപ്പം അത് നമ്മൾ ഈ നേരത്തെയാണ് ഈ മഴ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കാരണം നമ്മൾ സാധാരണ ഈ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടിൻ്റെ ഒരു തുടങ്ങി. പക്ഷേ ഈ മാർച്ച് ഏപ്രിലൊക്കെ മാസമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം വേനൽ മഴ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും കിഴക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ മഴമേഘം ഇങ്ങനെ വന്ന് കാറ്റുമായിട്ട് കുറച്ചൊക്കെ പെയ്യും, കുറച്ചൊക്കെ അങ്ങ് ദൂരേക്ക് പോകും. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഒരു ദിവസം എനിക്ക് കിട്ടി. അതിന് ശേഷം പിന്നെ പെട്ടെന്നാണ് കുറേ ദിവസത്തേക്കും മഴയേ ഇല്ല, നല്ല ചൂടായിരുന്നു കുറച്ച് ദിവസം. അതിന് ശേഷം പിന്നീട് നേരെ തിരിച്ചാണ് മഴമേഘങ്ങൾ വന്നത്. കിഴക്ക് വശത്തും ഇല്ല, നേരെ മറിച്ച് പടിഞ്ഞാറ് വശത്തു നിന്ന് ഒരു ദിവസം ഇങ്ങനെ രാവിലെ മുഴുവൻ ഈ കാർമേഘം ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. അപ്പം നമുക്കൊരു ഫീല് വരും മഴയുടെ ആ ഒരു ഇതാണ്. പിന്നീട് അങ്ങോട്ട് പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെ വലുതായിട്ട് പെയ്തൊന്നുമില്ല. പിന്നീട് വന്നത് നല്ല കറുത്ത മേഘം ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. അപ്പം ആ വീഡിയോ ആണ് ഞാൻ ഇന്നിട്ടിരുന്നത്. അത് കുറേ ദിവസത്തിന് മുമ്പുള്ള എടുത്തതാണ്. അതിന് ശേഷമാണ് ഇത്രയധികം മഴ പെയ്തത്. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസത്തേക്ക് മുമ്പ് എടുത്തതാണ്. ഞാൻ എല്ലാ വീഡിയോയും മിക്കവാറും കുറേ ദിവസം മുമ്പ് എടുക്കുന്നതാണ്. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ താമസം വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഇത് നമ്മളുടെ മഴക്കാലത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ശുചീകരണം മറ്റും, അതൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട്. സത്യമായിരുന്നു, ഇപ്രാവശ്യം നമ്മുടെ ഈ കാലവർഷം നേരത്തെ വന്നു. അങ്ങനെ നമ്മുടെ പ്രകൃതിയുടെ ആ പഴയ ഒരു രീതിയുണ്ടല്ലോ, ആ രീതി ഈ വർഷം പ്രകടമായി എന്നാണ് പറയപ്പെടുന്നത്. നല്ല രീതിയിൽ മഴയുണ്ട്, കാറ്റുണ്ട്, പിന്നെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം ജൂണിന് മുമ്പ് തന്നെ മഴ തുടങ്ങി എന്നുള്ളതാണ്. നേരത്തെയൊക്കെ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷമൊക്കെ ജൂണ് തുടങ്ങി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മഴ എത്തുന്നു എന്നുള്ളത് കേൾക്കുന്നത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്തൊന്നും അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും മഴയുടെ കാര്യം ഏതൊക്കെ രീതിയിലാകും എന്നുള്ളത് കണ്ടറിയാം. അങ്ങനെയാണ് മഴയുടെ ഒരു രീതി പോകുന്നത്. പിന്നെ മഴയുടെ കാര്യം പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേയധികം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇവിടെ സ്ഥിരം കുറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞിന് വയ്ക്കാനുള്ള പൂവ് എങ്ങനെയായാലും ഞാൻ തപ്പിപ്പിടിച്ചെടുക്കും. അവൾക്കത് എന്നിട്ട് രാവിലെ തലയിൽ വെച്ച് കൊടുക്കും കുളിച്ച് കഴിയുമ്പോഴത്തേക്കും. അത് ആൾ വൈകുന്നേരം വരെ ഇങ്ങനെ കൊണ്ടു നടക്കും. ഇടയ്ക്കെടുത്ത് താഴെ വയ്ക്കും. ഞാൻ എടുത്തോട്ടേന്ന് ചോദിക്കുമ്പോൾ തരത്തില്ല, ഉടനെ തല വെച്ച് കൊടുക്കണം. അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഇന്നൊക്കെ പൂവുണ്ട്, ഇനി കുറച്ച് മുട്ടൂടൊക്കെ നിൽപ്പുള്ളൂ ചെറുത്. പിന്നെന്താ, ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് ഇതുങ്ങളിങ്ങനെ പമ്മി നിൽക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മുളക്,
ഇച്ചിരി പച്ചക്കറിയുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പമ്മി നിൽക്കുകയാണ്. കാരണം ഇത് ഞാൻ ചട്ടിക്കകത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനൊരു വാട്ടലുണ്ടാകും ഈ ചെടിക്ക്. അങ്ങനെ അത് വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഓർക്കുക എൻ്റെ മുളകൊക്കെ പോകുമോ എന്നുള്ളൊരു വിഷമമുണ്ട്. അതാണ് ഈ മഴക്കാലം ഇങ്ങനെ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം. അതുപോലെ തന്നെ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒരു ദിവസം നല്ല വെയിലാണെങ്കിൽ അതും പ്രശ്നമാണ്. അങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ആകെ ഒരു പൊല്ലാപ്പിലായി നിൽക്കുക എന്ന് പറയുന്ന പോലെ. ആദ്യം അവർക്ക് മഴ വരുമ്പോൾ സന്തോഷമാണ്, കാരണം നല്ല വെള്ളം കിട്ടുന്നുണ്ടല്ലോ. പിന്നീട് ഇങ്ങനെ തോരാ മഴയായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് അവരുടെ ആ നിപ്പും അവരുടെ ഇലയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നല്ല മഴയാണ്. പിന്നെ മഴയെക്കുറിച്ച് പറയുമ്പോൾ കൊതുകിന് ഒരു ക്ഷാമവും ഇല്ല. ഒരുമാതിരി ഒരു വെളുത്ത കളറിലെ കൊതുകാണ്. അതുകൊണ്ട് ഇതുങ്ങൾ പറക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ 2 ലൈറ്റൊക്കെ, ഒന്ന് ട്യൂബും മറ്റേ സാധാ ബൾബൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കും. എന്നിട്ട് എവിടെയൊക്കെ ഹോൾസ് ഈ എയർ ഹോളുണ്ടോ അതെല്ലാം ഞാൻ അടച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വാതിലിൻ്റെ താഴെ ഇത്തിരി വെള്ളമുള്ള അവിടെയും അടച്ചു. എങ്കിലും നമുക്ക് എവിടെ നിന്നൊക്കെയോ കൊതുക് കയറുന്നുണ്ട്. ഇത് എവിടെയൊക്കെയോ പാത്തിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടെ ഓടി വരും. ഞാൻ കുറച്ച് നേരം ഗുഡ് നൈറ്റൊക്കെ ഇട്ടിട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇതുങ്ങളൊക്കെ കുറേയൊക്കെ മയങ്ങി വീഴും. അങ്ങനെ ഓടി നടന്ന് എല്ലാത്തിനെയും കൊല്ലും. പിന്നെ അങ്ങ് ഓഫ് ചെയ്യും. കാരണം ഇതൊന്നും അത്ര നല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്തിന്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ കറണ്ടില്ലെങ്കിൽ പിന്നെ ഫോണിന് ഒരു റെസ്റ്റും കാണത്തില്ല. കൊതുകൊന്ന് മുട്ടുമ്പോൾ കുഞ്ഞ് അനങ്ങാൻ തുടങ്ങും. പിന്നെ ഞാൻ ലൈറ്റ് കത്തിച്ച് അവിടെ എല്ലാം നോക്കി കൊതുകിനെ കൊല്ലും. അപ്പോൾ ഒരു കൊതുകേ ഉള്ളെന്ന് വിചാരിച്ച് കൊതുകിനെ എല്ലാം നോക്കി ഒരെണ്ണത്തിനെ കൊന്നു കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴായിരിക്കും അടുത്തത് വരുന്നത്. എവിടേക്കെയോ ഒളിച്ചിരിപ്പുണ്ട്. കാരണം നമ്മൾ പകൽ സമയത്ത് നമ്മുടെ റൂമൊക്കെ തുറന്നിടുമല്ലോ. ഈ പകൽ സമയത്ത് ഇതുങ്ങൾ അകത്ത് കയറി കട്ടിലിൻ്റെയൊക്കെ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ പുറമേ ഒന്നും കാണുന്നില്ല. ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചാലും എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നവർക്ക് അത്ര പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പം കട്ടിലിൻ്റെ അടിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ മയങ്ങി വീണെന്ന് വിചാരിച്ചു, നമുക്ക് കട്ടിലിൻ്റെ അടിയിൽ പോയി അതുങ്ങളെ കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് മാറുമ്പോൾ ഇതുങ്ങൾ ചാടി എണീക്കും. എന്നിട്ട് നമ്മളെ ഒന്നങ്ങ് കുത്തുക. അതാണ് സംഭവം. അപ്പം നമ്മൾ 4 വശവും മഴ ഇല്ലാത്ത സമയത്ത് വീടിന് 4 വശം നോക്കണം. ഈ ചിരട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തേക്ക് കളയുന്ന കുപ്പികളിലും മറ്റുമൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം കമത്തി ആ വെള്ളമെല്ലാം കളയണം. കാരണം നമ്മുടെ വീട്ടിലെ കൊതുകാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയെന്ന് ഓർത്തോണം. പിന്നെ ജനലുകളും വാതിലുകളും ഒക്കെ നേരത്തെ അടച്ച് വയ്ക്കുക. ഈ ചില പ്രായമുള്ള ആളുകളുള്ള വീടുകളിലുണ്ടല്ലോ, സന്ധ്യയ്ക്ക് മുമ്പ് വാതിലടയ്ക്കാനായിട്ട് സമ്മതിക്കില്ല. വാതിൽ തുറന്നിടണം. രാത്രി സന്ധ്യയ്ക്ക് വാതിൽ തുറന്നിടണം. പക്ഷേ ഈ സന്ധ്യ സമയത്താണ് ഏറ്റവും കൂടുതൽ കൊതുകുകൾ പെരയ്ക്കകത്തേക്ക് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് കതകടച്ചിടാൻ മുതിർന്ന ആളുകൾ സമ്മതിക്കില്ല. പക്ഷെ അതിലൊന്നും ഒരു കഴമ്പൊന്നും തോന്നില്ല. കാരണം എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ അമ്മയുണ്ട്. അമ്മ എന്തെടുക്കുന്നറിയാം, അവരെപ്പോഴും കതകും രാവിലെ ജനൽ തുറക്കും. ഒരു സമയമാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവിടുത്തെ അച്ഛൻ ജനലെല്ലാം അടയ്ക്കും, വാതിലും അടയ്ക്കും. നമ്മളാരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയും കയറ്റി നമ്മളെ അകത്ത് കയറ്റിയിട്ട് കതകടയ്ക്കും. വിളക്ക് കത്തിച്ച് വെച്ചാൽ വെളിയിൽ വിളക്ക് കത്തിച്ച് വയ്ക്കും, എന്നിട്ട് കതകടച്ചിടും ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അല്ലാതെ അയ്യോ സന്ധ്യ സമയത്ത് വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഈശ്വരൻ കോപിക്കും, ഇങ്ങനെയൊന്നുമില്ല. കാരണം ഈ കൊതുകെല്ലാം കൂടെ നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് വലിയ വലിയ അസുഖങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം ഈശ്വരൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടി വയ്ക്കുന്നതിൽ കാര്യമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ അകത്ത് വിളക്ക് കത്തിക്കുന്നവർക്ക് കതക് അടച്ചിടുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ വെളിയിൽ വിളക്ക് കത്തിച്ചിട്ട് കതക് അടച്ചിടാം. അല്ലെങ്കിൽ പിന്നെ നെറ്റ് അതൊക്കെ ചെയ്യാം. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ല. എന്തായാലും നമ്മളൊരാൾ അകത്തോട്ട് കയറുകയും പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒറ്റ സമയം കൊണ്ട് ഇതുങ്ങൾ 1-2 എണ്ണമെങ്കിലും അകത്ത് കയറും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം ഞാനിവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ
ഞാൻ നന്നായിട്ട് കഥ കടക്കി തിരിച്ചിങ്ങോട്ട് കയറുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം ഒരു കൊതുക് ഇന്നലെ കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചിട്ട് അതിനെ പിടിച്ചു കൊന്നു. പക്ഷേ എത്ര നമ്മളില്ല എന്ന് ഉറപ്പിച്ചിട്ട് കിടന്നാൽ എവിടുന്നെങ്കിലും കൊതുക് വന്നു നമ്മളെ കുത്തും. അതിനൊരു മാറ്റമില്ല. ഈ കൊതുകുകളെ ഇല്ലാണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. അതിന് ഇവർ എല്ലാവരും കണ്ടുപിടിച്ചേക്കുന്ന അതിൻ്റെ ഉറവിടം എവിടെയാണോ അവിടുന്ന് അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എത്രമാത്രം പ്രായോഗികമാകാനാണല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലെ ഉള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്നുള്ളത്. പക്ഷെ വീടിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലാണ്. ഇതുങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ മത്സ്യങ്ങളൊക്കെ വളർത്തുന്നതാണെങ്കിൽ അതുങ്ങളൊക്കെ കുറേ തിന്നും എന്നാണ് പറയുന്നത്. എന്തായാലും ഇഷ്ടം പോലെ കൊതുകുണ്ട്. ആർക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിൽ ചേച്ചി പറയണം, ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ എന്ന്. ലാസ്റ്റ് എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ഒന്ന് കത്തിച്ച് വെച്ച് കൊതുകുകളൊന്ന് കൊന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് ചിന്തിച്ച് പോവുകയാണ് രാത്രിയിൽ. അതുപോലെ കൊതുക്. വേറൊരാൾ പറയുന്നത് ഒരു 2 മണി 3 മണി ആകുമ്പോഴാണെന്ന് തോന്നുന്നു കൊതുകുകൾ കൂടുതലായിട്ട് വരുന്നതാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആയിരിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി പോകുന്നത്. ഒന്നോർത്താൽ ഇത്രയും നാളും ചൂടായിരുന്നു, ആ സമയത്ത് വലിയ കൊതുകിൻ്റെ ശല്യമില്ല. അപ്പോൾ എല്ലാവരും ഓർക്കുമ്പോൾ തണുപ്പാകുമ്പോൾ ഒന്ന് സുഖമായിട്ട് ഉറങ്ങാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഉറങ്ങുന്ന ആളുകളെ ഉണർത്താനായിട്ട് കൊതുകുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒന്ന് ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് കൊതുക് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. പിന്നെ പറമ്പുകളെല്ലാം ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുമ്പം തിരികെ വന്നിട്ട് നന്നായിട്ട് കാലൊക്കെ കഴുകുക. മോശം വെള്ളമാണെന്ന് ഉറപ്പാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. മുറിവൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർ അതൊരു സൈലൻറ്റ് കില്ലറാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. നമുക്കറിയില്ല. ചെറിയ നമ്മൾ പലപ്പോഴും അറിയാതെ പോകും. ഈ കാലിലൊക്കെ ചെറിയൊരു മുള്ളു കൊണ്ട ആ ഒരു മുറിവ് തന്നെ ധാരാളമാണ് അത് വലുതായി മാറാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കെപ്പോഴും ഷുഗർ പേഷ്യൻസിന് പാദസംരക്ഷണം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മഴയാകുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. നമ്മളുടെ കാലും കൈയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് പ്രത്യേകിച്ച് കൈയാണെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ കാലെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധ പോത്തില്ല. ചിലപ്പോൾ മുറിവൊക്കെ വലുതായാലും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. അത് ഷുഗറിൻ്റെയൊക്കെ പ്രത്യേകം നമ്മൾ അറിയില്ല. അത് ഇത്തിരി വലുതായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ നമ്മൾ ചെറിയ മുറിവല്ലേ സാരമില്ല എന്ന് കരുതിയൊക്കെ ഇരിക്കും. എന്നിട്ട് ഈ അഴുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് നമ്മളെല്ലാ ദിവസവും, പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻസ് എല്ലാ ദിവസവും കാല് ഒന്ന് വൃത്തിയായിട്ട് പരിശോധിക്കണം. നന്നായിട്ട് സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് കാല് തുടച്ചതിന് ശേഷം കാലിനൊന്ന് പരിശോധിച്ച് നോക്കണം. എവിടെയെങ്കിലുമൊക്കെ തട്ടലോ മുട്ടലോ പൊട്ടലോ ഒക്കെ ഉണ്ടോ എന്നൊന്നും പരിശോധിക്കണം. അതിനൊരു മാറ്റവും വരുത്തരുത്. നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ആ മുറിവ് എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. ചെറിയൊരു മുറിവ് മതി മാസങ്ങളോളം നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. പേടിപ്പിക്കാൻ പറയുന്നതല്ല, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ അയ്യോ ഇന്ന് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയതാണല്ലോ ഒന്ന് കാല് നോക്കിയേക്കാം എന്ന് വിചാരിച്ചാലോ, ആ ഒരു വിചാരമാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സ്വന്തം ആളുകളോട് പറയുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളൊരു കാലം എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഈ മഴക്കാലം കഴിയുന്നിടം വരെ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും കാല് നോക്കണം. ബാക്കിയുള്ള ദിവസം കാല് പരിശോധിക്കേണ്ട എന്നുള്ളത്, പക്ഷേ മഴക്കാലത്ത് ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഏത് വഴിയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ചൂടുള്ള ആഹാരമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. രാവിലെ തന്നെ ഫുഡ് വെക്കുന്നവരുണ്ട്. രാവിലെ ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ജോലി തീർക്കണം. പക്ഷേ ഈ ഫുഡൊക്കെ ഒരു സമയം കഴിയുമ്പോൾ ഇതിൽ ബാക്ടീരിയാസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പം ഒരുപാടങ്ങ് രാവിലെ ചോറൊന്നും വയ്ക്കാതെ നമുക്ക് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാം. എന്നിട്ട് ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഒരു 12:30 ആകുമ്പോൾ നമ്മുടെ ചോറും കറിയും ആവത്തക്ക രീതിയിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് ചോറും ഒക്കെ വയ്ക്കുക.
പിന്നെ ജോലിക്ക് പോകുന്നവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ചൂടോട് കൂടി കഴിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് തണുത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നല്ല ചൂട് വെള്ളം കുടിക്കുക. ചെറിയ ചൂടോട് തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആ ചൂട് നമ്മുടെ ശരീരത്തിൽ നിലനിർത്തണം. അതിനൊരു മാറ്റവും വിചാരിക്കേണ്ട. അപ്പം മഴക്കാലം എല്ലാ രീതിയിലും എൻജോയ് ചെയ്യട്ടെ. എല്ലാവരും എൻജോയ് ചെയ്യും. എല്ലാ ശ്രദ്ധകളും പക്ഷേ വേണ്ടതാണ്. അതിനൊരു മാറ്റവും ഇല്ലാതെ പോകണം. പിന്നെ എന്താണ് പറയാനുള്ളത്, എല്ലാവരും സുരക്ഷിതരായിട്ട്, വെള്ളക്കെട്ടുണ്ട്, കുട്ടികളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ മാത്രമല്ല, രണ്ടാമത്തെ ബാല്യത്തിലേക്ക് കിടക്കുന്ന വ്യക്തികളുണ്ട്, അതായത് വാർദ്ധക്യം എന്നുള്ളത്. അവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കൊച്ചുകുട്ടികളെ വഴക്ക് പറയും, വെള്ളത്തിലിറങ്ങാതെ. പക്ഷേ നിങ്ങളോട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ ചെല്ലില്ലേ? തമാശയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും രണ്ടാമത്തെ ബാല്യമാണെന്ന് ഓർത്തോണം. എന്താണ് നമ്മൾ സ്റ്റെപ്പിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ടൈലൊക്കെയാണ്. അപ്പം സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ കയറി ഇറങ്ങുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് വേണം, കൈ പിടിച്ച് വേണം കയറി ഇറങ്ങുകയും ചെയ്യാൻ. വെള്ളമുള്ളിടത്തൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വെള്ളക്കെട്ട്, കുട്ടികളെയും രണ്ടാം ബാല്യക്കാരെയും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പ്രത്യേകിച്ചും പറയുന്നത്. പിന്നെ ഈർപ്പമുള്ള സമയമാണ്. നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഈർപ്പമുള്ളത് ധരിക്കാതിരിക്കുക. അഥവാ ധരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നന്നായിട്ട് അയൺ ചെയ്ത് തേപ്പൊട്ടി കൊണ്ട് നന്നായിട്ട് തേച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, പാമ്പും ചേരയൊക്കെ കയറിയിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. തുണികളൊക്കെ നന്നായിട്ട് കുടഞ്ഞതിന് ശേഷം മാത്രം ഇടുക. കാരണം ഇതുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ട് കയറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് പാമ്പും ചേരയും മാത്രമല്ല, ചെറിയ ചെറിയ പ്രാണികൾ, ജീവികളൊക്കെ ആയാലും. അപ്പോൾ അതുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് കുടഞ്ഞിട്ടൊക്കെ വേണം ഇടാൻ കേട്ടോ. ഇതൊക്കെയാണ് പൊതുവെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഓർത്ത് വരികയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.